ബ്രഹ്മോസ് ആകാശ് മിസൈൽ സംവിധാനം S-400 QRS ഇങ്ങനെ നിരവധി പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്താകുന്നത്. ആകാശ് മിസൈൽ സംവിധാനം പാകിസ്ഥാന്റെ F-16 തറപ്പറ്റിക്കുമ്പോൾ ഒരൽപ്പം അഹങ്കാരത്തോടെ, അതിലുപരി അഭിമാനത്തോടെ അതിന്റെ അമരക്കാരനായിരുന്ന ഒരാൾ ഊറിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ശില്പിയായി അറിയപ്പെടുന്ന ഡോക്ടർ റാവു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഡോക്ടർ പ്രഹ്ലാദ രാം റാവു എന്നാണ്. അബ്ദുൽ കലാമിന്റെ സമകാലികൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹമാണ് ആകാശ് മിസൈൽ സംവിധാനം നിർമ്മിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തി. തദ്ദേശീയമായി ഇന്ത്യ ശക്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശ് മിസൈൽ സംവിധാനത്തിലൂടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ: എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ആകാശ് മിസൈൽ F-16 വെടിവെച്ചിട്ട വാർത്ത കേട്ടപ്പോൾ TV ചാനലുകളോട് പ്രതികരിച്ച് ഡോക്ടർ റാവു ആദ്യം പറഞ്ഞ വാക്കുകൾ ഇതാണ്. ആകാശ് മിസൈൽ പദ്ധതിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡയറക്ടറായിരുന്നു ഡോക്ടർ റാവു. ഹൈസ്പീഡ് ഭീഷണികളായ ഡ്രോണുകൾ, മിസൈലുകൾ, യുദ്ധജെറ്റുകൾ, ഇതിനെ തകർക്കാൻ പര്യാപ്തമായ മിസൈൽ സംവിധാനം, ആ നിലയിലാണ് ആകാശിനെ വികസിപ്പിച്ചത്. ഇപ്പോൾ അത് F-16 വരെ വെടിവെച്ചിട്ടു. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്, അഭിമാനത്തിന് അതിരില്ല. DRDO വികസിപ്പിക്കുകയും ഭാരത് ഡൈനാമിക്സ് നിർമ്മിക്കുകയും ചെയ്യുന്ന ആകാശ് മിസൈൽ സംവിധാനം ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന്റെ നട്ടെല്ലാണ്. ഒപ്പം പാകിസ്ഥാന്റെ പേടി സ്വപ്നവും. മെയ് 8, 9 തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത് ദിവസേന 300 മുതൽ 400 ഡ്രോണുകളും അതിന് കരുത്തുകൂട്ടാൻ യുദ്ധവിമാനങ്ങളും ലോയിറ്ററിംഗ് മ്യൂണീഷനും ആണ്. പക്ഷേ ഡ്രോൺ ആക്രമണങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെ ആക്രമണത്തെയും നിഷ്പ്രഭമാക്കിയതിൽ ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനത്തിന് വലിയ പങ്കാണുള്ളത്. പിടിതരാതെ ശത്രു മിസൈലുകളെ വെട്ടിച്ചു പറക്കാൻ ശേഷിയുള്ള, മണിക്കൂറിൽ 2414 കിലോമീറ്റർ വേഗതയുള്ള അമേരിക്കയുടെ അഹങ്കാരമായ F-16 വിമാനങ്ങളിൽ 3 ആകാശ് മിസൈൽ അടിച്ചിട്ടത്. നിരവധി ഡ്രോണുകളെയും ആകാശ് മിസൈൽ തറപ്പറ്റിച്ചു. പാകിസ്ഥാന്റെ ബൈക്കർ കമിക്കേസ് ഡ്രോണുകളെയും ആകാശ് തറപ്പറ്റിച്ചു. ഹാമർ ബോംബുകളും സ്കാൽപ് മിസൈലുകളുമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ഉപയോഗിച്ചത്. ഇത്തരം ഭീഷണികൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധത്തിനായി കൃത്യത ഉറപ്പാക്കുന്ന മികവാർന്ന ആയുധങ്ങൾ ഇന്ത്യ പ്രാദേശികമായി നിർമ്മിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ ഭൂതലവായു മിസൈലായ ആകാശിന്റെ പേര് എക്കാലവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഏഷ്യൻ രാജ്യമായ അർമേനിയയുമായി ഇന്ത്യ ഏർപ്പെട്ട പ്രതിരോധ കരാറിൽ ഇത്തരത്തിൽ മികച്ച മിസൈൽ സംവിധാനമായ ആകാശ് 1S മിസൈൽ കൈമാറുന്നുണ്ട്. 2024 നവംബറിൽ ആദ്യ ബാച്ച് ആകാശ് മിസൈൽ ഇന്ത്യ കൈമാറിയിരുന്നു. 90% കൃത്യത പുലർത്തുന്ന മീഡിയം സൈസ് മിസൈലാണ് ആകാശ്. $720 മില്യൺ, അതായത് 6000 കോടി രൂപയുടെ കരാറാണ് 2022 ഇന്ത്യയുമായി അർമേനിയ ഉണ്ടാക്കിയിരിക്കുന്നത്. 15 ആകാശ് മിസൈൽ സിസ്റ്റമാണ് ഇന്ത്യ അർമേനിയയ്ക്ക് കരാറിലൂടെ കൈമാറേണ്ടത്. ഇതിൽ 2ാം ഘട്ട മിസൈലുകൾ ജൂലൈ മാസത്തിന് ശേഷം വിതരണം ചെയ്യും. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ആണ് ആകാശ് മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. 3 മിസൈലുകൾ കൊള്ളുന്ന 4 ലോഞ്ചറുകൾ ഓരോ മിസൈൽ സിസ്റ്റത്തിലും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.